1978 റിലീസ് ചെയ്ത ഐ വി ശശി ചിത്രമായ അവളുടെ രാവുകൾ കാണാത്ത ചെറുപ്പക്കാർ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. സീമയും സോമനും സുകുമാരനും രവികുമാറും ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു സ്ഫോടനം തന്നെ നടത്തി. അന്ന് ഇന്നത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കൂട്ടുകാരൻ ഷറഫിനൊപ്പം മതിൽ ചാടിക്കടന്നാണ് മമ്മൂട്ടി തിയേറ്ററിൽ എത്തി ടിക്കറ്റ് സംഘടിപ്പിച്ച് അവളുടെ രാവുകൾ കണ്ടത്. എറണാകുളം കവിത തിയേറ്ററിൽ അവളുടെ രാവുകൾ തകർത്തോടുന്ന സമയത്ത് ചിത്രം കാണാൻ മമ്മൂട്ടിക്കും കൂട്ടുകാരനും തിയേറ്ററിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. കവിത തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞപ്പോൾ തിയേറ്ററുകാർ മെയിൻ ഗേറ്റ് പൂട്ടി. ഒടുവിൽ മമ്മൂട്ടി ഷറഫിനൊപ്പം ഗേറ്റ് ചാടിക്കടന്ന് ഷെറഫിന്റെ പരിചയക്കാരനായ തിയേറ്റർ മാനേജറിൽ നിന്ന് ടിക്കറ്റ് സംഘടിപ്പിച്ചു. പിന്നീട് കവിത തിയേറ്ററിൽ മാനേജർ ഹമീദ് മമ്മൂട്ടി നായകനായ ഈ തണലിൽ ഇത്തിരി നേരം, ഈ ലോകം, ഇവിടെ കുറെ മനുഷ്യർ എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവുമായി മാറിയത് ചരിത്രം. തിയേറ്റർ ഉടമ മമ്മൂട്ടിയുടെ ചിത്രം നിർമ്മിച്ചു എന്നത് മാത്രമല്ല, മമ്മൂട്ടി കഷ്ടപ്പെട്ട് കണ്ട അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലെ അഭിനേതാക്കളും സംവിധായകനും ഒക്കെ പിന്നീട് മമ്മൂട്ടിക്കൊപ്പം പ്രവർത്തിച്ചു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.